السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് പോകുന്നത് വിലക്കരുത് എന്നത് സംബന്ധിച്ച് നിരവധി നബിവചനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ധാരാളം ഹദീസ് പണ്ഡിതന്മാരും മുഫസ്സിറുകളുമൊക്കെ ഇത് വിശദീകരിച്ച് വ്യക്തമാക്കിയതും നമുക്ക് കാണാം. ഈ വിഷയം സംബന്ധിച്ച് ലഘുവായൊരു പഠനമാണ് ഈ പരമ്പരയിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇതിൽ ഒന്നാമത്തെ ദർസ് ചില ഹദീസുകൾ ശ്രദ്ധിക്കുക. ഹദീസ് നമ്പർ 1, അൻ ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവர்களிൽ നിന്നുള്ള നിവേദനം. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ നിങ്ങൾ തടയരുത്. മനാ എന്ന തടഞ്ഞു എന്നർത്ഥം. ലാ തംനഉ നഹി നിരോധനമാണ്, തടയരുത്. ഇമാ അല്ലാഹി അല്ലാഹുവിന്റെ അടിയാത്തികളെ, മസാജിദ് അല്ലാഹി അള്ളാഹുവിന്റെ മസ്ജിദുകളെ തൊട്ട് എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ മസ്ജിദുകൾ, അള്ളാഹുവിന്റെ അടിയാത്തികൾക്ക്, സ്ത്രീകൾക്ക് വിലക്കരുത് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഹദീസ് നമ്പർ 2, അൻ ഇബ്നു ശിഹാബ് ഖാല അഖ്ബറനി സാലിം ഇബ്നു അബ്ദുല്ലാഹി അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഇബ്നു ശിഹാബ് എന്നവരിൽ നിന്നുള്ള നിവേദനം. ഖാല അദ്ദേഹം പറഞ്ഞു, അഖ്ബറനി സാലിം ഇബ്നു അബ്ദുല്ല, അബ്ദുള്ള എന്നവരുടെ പുത്രൻ സാലിം എന്നവർ എന്നോട് പറഞ്ഞു. അബ്ദുള്ള എന്നവരുടെ പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ, അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രനാണ് അബ്ദുള്ള. ആ അബ്ദുള്ള എന്നവരുടെ പുത്രനാണ് സാലിം. സാലിം എന്നവർ പറയാണ്, ഖാല അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താണ് പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് അദ്ദേഹം സാലിം എന്നവരുടെ പിതാവ് പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുള്ള എന്നവർ. ലാ തംനഉ നിസാഅകും അൽ മസാജിദ ഇദസ്തഅദനകും ഇലൈഹാ. ലാ തംനഉ നിങ്ങൾ തടയരുത്, നിസാഅകും നിങ്ങളുടെ സ്ത്രീകളെ, അൽ മസാജിദ മസ്ജിദുകളെ, മസ്ജിദുകളെ സ്ത്രീകൾക്ക് വിലക്കരുത്, നിങ്ങളുടെ സ്ത്രീകൾക്ക് വിലക്കരുത്. ഇദസ്തഅദനകും അവർ നിങ്ങളോട്, ഇദസ്തഅദനകും അതായത് അവർ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, ഇലൈഹ അവകളിലേക്ക്, അതായത് മസ്ജിദുകളിലേക്ക് പോവാൻ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുമതി ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് വിലക്കരുത്, മസ്ജിദ് വിലക്കരുത്, പോവാൻ അനുമതി കൊടുത്തേക്കണം എന്ന്. ഖാല ഹദീസ് റിപ്പോർട്ടർ തുടർന്ന് പറയണം, ആരാണ്? സാലിം ഇബ്നു അബ്ദുല്ല എന്നവർ, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ പുത്രൻ തുടർന്ന് പറയണം, ഫഖാല ബിലാൽ ഇബ്നു അബ്ദുല്ല, അപ്പൊ അബ്ദുള്ള എന്നവരുടെ പുത്രൻ ബിലാൽ എന്നിവർ പറഞ്ഞു. അപ്പൊ ഇത് ഒരു പുത്രൻ സാലിം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ പുത്രൻ സാലിം എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെടുത്തപ്പോ ഫഖാല ബിലാൽ ഇബ്നു അബ്ദുല്ല, അപ്പൊ അബ്ദുള്ളയുടെ മകൻ ബിലാൽ എന്നിവർ പറഞ്ഞു. അബ്ദുള്ളയുടെ മകൻ പറഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മകൻ ബിലാൽ എന്നിവർ പറഞ്ഞു, അതായത് മറ്റേ മകൻ, വല്ലാഹി ലനംനഉഹുന്ന, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. തൗക്കീദിന്റെ ലാം വെച്ചിട്ടാണ്, ലാമും തൗക്കീദിന്റെ നൂനൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. തൗക്കീദിന്റെ ലനംനഉഹുന്ന, നിശ്ചയം ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ഹദീസ് റിപ്പോർട്ടർ സാലിം എന്നവർ പറയണേ, ഫഅഖബല അലൈഹി അബ്ദുള്ള, അപ്പോൾ അബ്ദുള്ള അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുന്നിട്ട് വന്നു, ആര്? പിതാവ്. ഫസബ്ബഹു സബ്ബൻ സയ്യ, വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചു. സയ്യാറാ മോശമായിട്ട്, സബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ചീത്തയാണല്ലോ. സബ്ബഹു അദ്ദേഹത്തെ ചീത്ത വിളിച്ചു, സബ്ബൻ ഒരു ചീത്ത, സയ്യ മോശമായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചീത്ത വിളിച്ചു, ചീത്ത പറഞ്ഞു, ദേഷ്യപ്പെട്ടു പറഞ്ഞു എന്നർത്ഥം. മാ സമിഅതുഹു സബ്ബഹു മിസ്ലഹു ഖത്തു, അപ്രകാരം അദ്ദേഹത്തെ, അതായത് സഹോദരനെ, ബിലാലിന്റെ സഹോദരനാണ് സാലിം, രണ്ടുപേരും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ പുത്രന്മാരാണ്. അപ്രകാരം അബ്ദുള്ള എന്നവർ, അതായത് തന്റെ പിതാവ് അവനെ, അദ്ദേഹത്തെ ചീത്ത വിളിച്ചത് ഞാൻ കേട്ടിട്ടേ ഇല്ല മുമ്പൊന്നും. വഖാല, എന്നിട്ട് അബ്ദുള്ള എന്നവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നവർ പറഞ്ഞു മകനോട്, ഉഖ്ബിറുക,
അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് നിന്നോടൊരു കാര്യം പറഞ്ഞുതരാം. റസൂൽ ഇങ്ങനെ പറഞ്ഞു, വത്തഖൂലു, എന്നിട്ട് നീ പറയുന്നതോ, വല്ലാഹി ലനംനഉഹുന്ന, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ നിശ്ചയം സ്ത്രീകളെ തടയുക തന്നെ ചെയ്യുമെന്ന് നീ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. ഇതാണ് ആ ഹദീസിലുള്ളത്. ഹദീസ് നമ്പർ 3. حدثنا عبيد الله بن موسى عن حنظلة عن سالم بن عبد الله عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാകളിൽ നിന്നുള്ള നിവേദനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനകും നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, ബില്ലൈലി, രാത്രി, ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക്, ഫഅദനൂ ലഹുന്ന, അപ്പോൾ നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം. നൽകണം എന്നത് കൽപ്പനയാണ്. മസ്ജിദുകളിലേക്ക് രാത്രി പോകാൻ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ പോലും നൽകണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുത്തലക്കായിട്ട് സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് അനുമതി ചോദിച്ചാൽ നൽകണം എന്ന് മുത്തലക്കായി പറഞ്ഞതുകൊണ്ട് രാത്രി അനുവാദം ചോദിച്ചാൽ അനുമതി കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതും ഉണ്ട്. ഇനി ഹദീസ് നമ്പർ 4. عن ابن عمر قال كانت امرأة لعمر تشهد صلاة الصبح والعشاء في الجماعة في المسجد فقيل لها لما تخرجين وقد تعلمين أن عمر يكره ذلك فيغار. قالت وما يمنعه أن ينهني؟ قال يمنعه قول رسول الله صلى الله عليه وسلم لا تمنعوا إماء الله مساجد الله. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്നുള്ള നിവേദനം. قال അദ്ദേഹം പറഞ്ഞു, കാനത്ത് ഇംറഅത്തുൻ ലി ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ഭാര്യ, ഉമർ റളിയല്ലാഹുവിന്റെ പുത്രനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഒരു ഭാര്യ, തഷ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാഇ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്, മസ്ജിദിൽ ജമാഅത്തിൽ ഇശാക്കും സുബ്ഹിക്കും സാക്ഷിയാവാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ പങ്കെടുക്കാറുണ്ടായിരുന്നു. മസ്ജിദിൽ ജമാഅത്തിൽ സുബ്ഹിക്കും ഇശാക്കും ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് സ്ത്രീകൾ പങ്കെടുത്തിരുന്നത്, ശേഷം പിന്നെ പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പൊട്ടത്തരാണ് ഈ പറയുന്നത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷമാണ് ഈ പറയുന്നത്. ആര്? ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ സുബ്ഹിക്കും ഇശാക്കും ജമാഅത്തിൽ മസ്ജിദിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഫഖീല ലഹാ, അപ്പോൾ അവരോട് പറയപ്പെട്ടു, ലിമ തഖ്റുജീന, എന്തിനാണ് താങ്കൾ പുറപ്പെടുന്നത്? വഖദ് തഅലമീന അന്ന ഉമർ യക്റഹു ദാലിക വയഗാറു, ഉമർ, അതായത് താങ്കളുടെ ഭർത്താവ്, അത് വെറുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അതിലൊരു ഉയരത്തുണ്ട് അദ്ദേഹത്തിന് എന്നത് താങ്കൾക്ക് അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് താങ്കൾ പള്ളിയിൽ പോകുന്നത്, മസ്ജിദിൽ പോകുന്നത് എന്ന് ചില ആൾക്കാർ ചോദിച്ചു. കാലത്ത്, അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞു, വമാ യംനഉഹു അൻ യൻഹാനി, അദ്ദേഹത്തിന് എന്നെ നിരോധിക്കുന്നതിൽ നിന്ന്, പോകുന്നതിൽ വിലക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? അതായത് എന്നാ പിന്നെ എന്റെ ഭർത്താവ് ഉമർ റളിയല്ലാഹു എന്തുകൊണ്ട് എന്നെ വിലക്കുന്നില്ല, അത് നിങ്ങൾ പറ. കാല, അപ്പൊ പറഞ്ഞു, യംനഉഹു ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അതാണ് ഉമർ റളിയല്ലാഹു തടയുന്നത്. എങ്ങനെ ഇപ്പൊ ഭാര്യയെ തടയണമെങ്കിൽ അത് പറ്റില്ല. കാരണം എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്താ പറഞ്ഞത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദുല്ലാഹ്, അള്ളാഹുവിന്റെ മസ്ജിദ് തൊട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാത്തികളെ തടയരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യയെ തടയാൻ പറ്റുക? അതുകൊണ്ടാണ് അദ്ദേഹം തടയാത്തത്. അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു ഈ പോകുന്നത്, എന്നാൽ പോലും അദ്ദേഹം തടഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവര് പോയിക്കൊണ്ടിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഹദീസ് നമ്പർ 5. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാത്തികളെ, അള്ളാഹുവിന്റെ മസ്ജിദുകളെ തൊട്ട് വിലക്കരുത്, തടയരുത്. വലാക്കിൻ, പക്ഷേ, ലിയഖ്റുജ്ന വഹുന്ന തഫിലാത്തുൻ, അവർ തഫിലാത്തായിട്ട്, അതായത് സുഗന്ധം പൂശാതെ മസ്ജിദുകളിലേക്ക് പുറപ്പെടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളിലേക്ക് പോകാൻ സ്ത്രീകൾക്ക് നിർദ്ദേശം നൽകിയതായിട്ടും കാണാം. ഹദീസ് നമ്പർ 6. അൻ സൈനബ ഇംറാത്തി അബ്ദുല്ലാഹി ഖാല ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുള്ള എന്നവരുടെ ഭാര്യ സൈനബ് എന്നവരിൽ നിന്നുള്ള നിവേദനം, അവർ പറയാണ്, മഹദി പറയാണ്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സൈനബി എന്ന സ്വഹാബി വനിത പറയാണ്. ഇദാ ഷഹിദത്ത് ഇഹ്ദാകുന്ന അൽ മസ്ജിദ, നിങ്ങൾ ആരെങ്കിലും മസ്ജിദിലേക്ക് സാക്ഷിയാവുന്നു, മസ്ജിദിൽ ഹാജറാകുന്നെങ്കിൽ, ഫലാ തമസ്സ ത്വയ്യിബൻ, നിങ്ങൾ സുഗന്ധം പൂശരുത്, സുഗന്ധം പൂശിക്കൊണ്ട് പുറപ്പെടരുത് എന്ന് ആണ് പറഞ്ഞിട്ടുള്ളത്.
സുഗന്ധം പൂശി പിന്നെ മസ്ജിദിലേക്ക് പോകൽ ഹറാമാണ്. മസ്ജിദിലേക്ക് നല്ല പുറത്തേക്ക് പോകാൻ ഹറാമാണ്, എന്തിനു പോകണമെങ്കിൽ. ഹദീസ് നമ്പർ 7. അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ ഖാലത്ത്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനം, ഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി സുബ്ഹ ഫയൻസരിഫു നിസാഉ മുത്തലഫിഫാത്തിൻ ബിമുറൂത്തിഹിന്ന മാ യുറഫന മിനൽ ഗലസ്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബഹി നിസ്കരിച്ച് കഴിയുമ്പോൾ സ്ത്രീകൾ മൂടിപ്പുതച്ച് തിരിച്ചു വരുമായിരുന്നു. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകൾ സുബഹി നിസ്കരിച്ചിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം അവർ മൂടിപ്പുതച്ച് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ മാ യുറഫന മിനൽ ഗലസ്, ഇരുട്ട് കാരണം അവരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. സുനൻ നസായിലെ ഹദീസാണ്. ഹദീസ് നമ്പർ 8. അൻ അബീ സഈദ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീ സമൂഹമേ, ഇദാ സജദ റിജാലു ഫഉദ്ന അബ്സാറകുന്ന, പുരുഷന്മാര് സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചിമ്മുക, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്നാണ്. ലാ തറൈന ഔറാത്തി റിജാലി മിൻ ദീഖിൽ അസുരി, അതായത് പുരുഷന്മാരുടെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല. അപ്പോൾ ചെറിയ വസ്ത്രങ്ങൾ ആയതുകൊണ്ട് അവരുടെ പുരുഷന്മാരുടെ ഔറത്തുകൾ നിങ്ങൾ കാണരുത്. അപ്പൊ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുരുഷന്മാർ സുജൂദക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം എന്ന്. അതായത് അവരുടെ വസ്ത്രത്തിന് ഇടുക്കം അല്ലെങ്കിൽ ചെറുപ്പം ഇടുക്കം കാരണം അക്കാലത്ത് മസ്ജിദിൽ പുരുഷന്മാരുടെ നേരെ പിറകിലായിരുന്നു സ്ത്രീകൾ നമസ്കരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സമൂഹം സങ്കീർണമായപ്പോഴാണ് സ്ത്രീകൾക്ക് മസ്ജിദുകളിൽ പ്രത്യേക ഇടങ്ങൾ ഏർപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഹദീസ് മുസന്നിഫ് ഇബ്നു അബീ ഷൈബയിൽ കാണാം. ഹദീസ് നമ്പർ 9. അൻ നാഫിഅൻ അൻ ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാഫി എന്നവരിൽ നിന്നുള്ള നിവേദനം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ തറക്ന ഹാദൽ ബാബ ലിന്നിസാ, ഈ ബാബ്, ഈ ഡോർ, മസ്ജിദിന്റെ ഈ വാതില്, ഇത് നമുക്ക് സ്ത്രീകൾക്ക് അങ്ങ് ഉപേക്ഷിച്ചാലോ, എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങ് റിസർവ് ചെയ്ത് വെച്ചാലോ, ഇത് സ്ത്രീകൾക്ക് മാത്രമാക്കിയാലോ എന്ന് നബിയുടെ അഭിപ്രായം പറഞ്ഞു. ഖാല നാഫി എന്നവർ പറയാണ്, ഫലം യദ്ഖുൽ മിൻഹു ഇബ്നു ഉമർ ഹത്താ മാത, അത് കേട്ട ശേഷം പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകൾ മരിക്കുവോളം ആ ഡോറിലൂടെ സ്ത്രീകൾക്ക് റിസർവ് ചെയ്യാമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായപ്പെട്ട ആ ഡോറിലൂടെ പിന്നെ മസ്ജിദിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല, ആ ഡോറിലൂടെ എന്ന്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, ആ സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാൻ പ്രത്യേക ഭാഗം അല്ലെങ്കിൽ വാതിലൊക്കെ ഉണ്ടാക്കാം എന്നൊരു സൂചന ഇതിലുണ്ട്. ഹദീസ് നമ്പർ 10. حدثنا موسى بن اسماعيل حدثنا ابراهيم بن سعد حدثنا الزهري عن هند بنت الحارث എന്ന മഹദി അവരിൽ നിന്നുള്ള നിവേദനമാണ്, അന്ന ഉമ്മ സലമത്ത റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടിയാൽ, ഖാമൻ നിസാഉ, അതായത് സലാം വീട്ടിയ നിസ്കാരത്തിൽ സലാം വീട്ടിയാൽ, ഖാമൻ നിസാഉ, സ്ത്രീകൾ എണീക്കും, ഹീന യഖ്ളി തസ്ലീമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം വീട്ടിൽ കഴിഞ്ഞ ശേഷം സ്ത്രീകൾ എണീക്കും. വ മക്കസ യസിയാൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം അവിടെ തന്നെ ഇരിക്കും. ഖബല അൻ യഖൂമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ തന്നെ ഇരിക്കും. ഖാല ഇബ്നു ഷിഹാബ് എന്നവർ പറയാണ്, ഫഅറ, ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, വല്ലാഹു അലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം, അന്ന മുക്സഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറച്ച് സമയം ഇരുന്നിരുന്നത് ലിക്കൈ യംഫദ നിസാഉ, സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഖബല അൻ യുദ്രികഹുന്ന മനിൻ സറഫ മിനൽ ഖൗം, പുരുഷന്മാരിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ അവരെ എത്തിക്കാതിരിക്കാൻ, അതായത് അവരുമായി ഇഖ്തിലാത്ത് കൂടിക്കലരാതിരിക്കാൻ വേണ്ടി, പുരുഷന്മാർ കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരുന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുരുഷന്മാരുടെ നേരെ പിറകിലായിരുന്നു സ്ത്രീകൾ നിസ്കരിച്ചിരുന്നത് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹദീസ് നമ്പർ 11. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അദ്ദേഹം പറയാണ്, ദഖലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു, എവിടെ, മസ്ജിദിൽ പ്രവേശിച്ചു. ഫഇദാ ഹബ്ലും മംദൂദുൻ ബൈന സാരിയതൈനി ഫഖാൽ, അപ്പോ മസ്ജിദിൽ അവിടെ ദഖലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ട് ഒരു അൽ മസ്ജിദാന്ന് കൂടി ഉണ്ട്, അൽ മസ്ജിദാന്ന് കൂടി ഉണ്ട്, ഇവിടെ അത് വിട്ടുപോയതാണ്, രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഹദീസ്.
അൽ മസ്ജിദാന്നും കൂടി ഉണ്ട്. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ പ്രവേശിച്ചു. ഫഇദാ ഹബലും മംദൂദും ബൈന സാരിയത്തൈൻ, അപ്പോൾ രണ്ട് തൂടുകൾക്കിടയിൽ, മസ്ജിദിന്റെ രണ്ട് തൂടുകൾക്കിടയിൽ ഇതാ ഒരു കയർ ഇങ്ങനെ നീട്ടപ്പെട്ടിട്ടുണ്ട്, കയറ് നീട്ടി കെട്ടിയിട്ടുണ്ട്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ ഹബൽ, ഇതെന്താണ് ഈ കയറ്? ഖാലു, അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഹാദാ ഹബലുൻ ലി സൈനബ, ഇത് സൈനബ് റളിയല്ലാഹു അൻഹ അവർക്കുള്ള കയറാണ്. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞത് സൈനബ് ബിൻത് ജഹ്ഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി അപ്പം മസ്ജിദിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാ ഫതറത്ത്, അവർ ക്ഷീണിച്ചാൽ, ക്ഷീണിച്ചാൽ പറഞ്ഞാൽ എന്ത്, എങ്ങനെ ക്ഷീണിച്ച്? രാത്രി നമസ്കാരം നിസ്കരിച്ചിട്ട് ക്ഷീണിച്ചിട്ട്, അങ്ങനെ ക്ഷീണം വരുമ്പോൾ അവർ എന്ത് ചെയ്യും? തഅല്ലഖത്ത്, ഈ കയറുമായിട്ട് ബന്ധിക്കും, കയറുമ പിടിച്ച് നിസ്കരിക്കുന്ന അർത്ഥം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വേണ്ട, ഹുല്ലൂ, അത് കഴിച്ചിട്, മസ്ജിദിൽ ഇങ്ങനെ കയറിട്ടേണ്ട കാര്യമില്ല. ലി യുസല്ലി അഹദുക്കും നഷാതഹു, നിങ്ങളിൽ ഒരാൾ നഷാത്ത്, അവന് ഉന്മേഷം, അവന് അല്ലെങ്കിൽ അവൾക്ക് ഉന്മേഷം ഉണ്ടാകുമ്പോൾ, സ്മാർട്ട് ആകുമ്പോൾ അപ്പം നിസ്കരിക്കാം. ഇതാ ഫത്ര, ക്ഷീണിച്ചാലോ, ഫല്യഖുഉദ്, അവൻ ഇരിക്കട്ടെ അല്ലെങ്കിൽ അവൾ ഇരിക്കട്ടെ. അപ്പോൾ ഇതിപ്പം സൈനബ് റളിയല്ലാഹു അൻഹ ആണല്ലോ കയറ് കെട്ടിയത്, ഒരു സ്ത്രീ ആണല്ലോ. ഇത് മൊത്തത്തിൽ ബാധകമാണ്, സ്ത്രീകൾക്ക് മാത്രം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമല്ല, എല്ലാവരോടും കൂടി പറയണത്. ഇത് പിന്നെ ക്ഷീണിച്ചാൽ ഇരിക്കട്ടെ, ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ക്ഷീണിച്ചാൽ ഉറങ്ങട്ടെ എന്നും കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിർദ്ദേശിച്ചത്? അവിടെ പിന്നെ ഉന്മേഷമുള്ളപ്പോൾ നിസ്കരിക്കാം. രാത്രി നമസ്കാരത്തിൻ്റെ കാര്യം പറയുന്നത്, ദീർഘമായ രാത്രി നമസ്കാരങ്ങളായിരിക്കും അന്നൊക്കെ. അപ്പോൾ കുറേ നിസ്കരിക്കുമ്പോൾ ക്ഷീണിക്കും. അപ്പോൾ ക്ഷീണിക്കുന്നവർ മുമ്പ് എന്ത് ചെയ്യണം? ഇരിക്കുക, വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം ഇരിക്കുക, അങ്ങനെ ക്ഷീണമൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങാം, എന്നിട്ട് നിസ്കരിച്ചാൽ മതി. പിന്നെ അല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ച് അവശരായിട്ട് ആകെ പ്രയാസപ്പെട്ടിട്ട് അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ പള്ളിയിൽ പുറത്തിറങ്ങി പോകാനൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ രാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തിന് പോലും മസ്ജിദിൽ ഹാജരായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി ഹദീസ് നമ്പർ 12, ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് കൽപ്പിക്കുന്നു. അത് സംബന്ധിച്ചൊരു ഹദീസാണ്. അൻ ഹഫ്സത ബിൻതി സീരീൻ, സീരീൻ എന്നവരുടെ പുത്രി ഹഫ്സ എന്നവർ, അവരിൽ നിന്നുള്ള നിവേദനം, ഖാലത്ത്, അവർ പറഞ്ഞു, കുന്നാ നംനഉ ജവാരീന അൻ യഖ്റുജന യൗമൽ ഈദ്, ഈദ് ദിവസം പുറത്തു പോകരുന്നതിന് ഞങ്ങളുടെ യുവതികൾക്ക് വിലക്കിയിരുന്നു. യുവതികൾക്ക്, ചെറുപ്പക്കാരികൾക്ക് ഈദ് ദിവസം, അതായത് ഈദ് മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്കൊക്കെ പോകുന്നത് ഞങ്ങൾ വിലക്കിയിരുന്നു. ഫജാഅത് ഇംറഅത്തുൻ, അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ വന്നു ഞങ്ങളുടെ ഭാഗത്ത്. ഫനസലത്ത് ഖസ്റ ബനി ഖലഫ്, ബനി ഖലഫ് ഗോത്രക്കാരുടെ കൊട്ടാരം അല്ലെങ്കിൽ ഖസ്ർ, അവരുടെ എടുപ്പിന്റെ അടുത്ത് അവർ വന്നിറങ്ങി. അവർ ഫഅതൈതുഹ, അങ്ങനെ ഞാൻ, അതായത് ഹഫ്സ എന്നവർ സ്ത്രീയാണ്, അവർ അവിടെ അവരുടെ അടുത്ത് ചെന്നു. ആര്? ഒരു സ്ത്രീ അവിടെ വന്നല്ലോ, ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. ഫഹദ്ദസത്ത്, അങ്ങനെ എന്നിട്ട് അവർ പറയാണ്, അന്ന സൗജ ഉഖ്തിഹ, അവരുടെ സഹോദരിയുടെ ഭർത്താവ്, ആ വന്നിറങ്ങിയ സ്ത്രീ പറയണേ, വസാമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട്. സിന്തൈ അശറത ഉസ്ബതൻ, അതായത് അവരുടെ സഹോദരിയുടെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ 12 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫകാനത്ത് ഉഖ്തുഹ, ഇനി അവരുടെ സഹോദരിയായിരുന്നു, മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഫി സിത്തി വസ്വാത്തിൻ, 6 യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവോ 12 യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള മഹതിയായ ഒരു സഹാബി വനിതയാണല്ലോ. അവർ 12 യുദ്ധത്തിൽ അവരുടെ ഭർത്താവ് പങ്കെടുത്തിട്ടുണ്ട്, നബിന്റെ കൂടെ അതിൽ 6 യുദ്ധത്തിൽ ആ സഹോദരി പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സഹോദരി അവരോട് പറഞ്ഞു, ഫഖാലത്ത്, അവർ പറഞ്ഞു, ഫകുന്നാ നഖൂമു അലൽ മർദാ വനുദാവി അൽ കൽമ, ഞങ്ങൾ മർദ, രോഗികൾക്ക് പരിചരിക്കുമായിരുന്നു, എന്നിട്ട് മുറിവേറ്റവരെ ഞങ്ങൾ ചികിത്സിക്കുമായിരുന്നു യുദ്ധത്തിൽ. ഫഖാലത്ത്, എന്നിട്ട് അവർ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെയുള്ള ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയാണ്, അലാ ഇഹ്ദാന ബഅസുൻ ഇദാ ലം യകുൻ ലഹാ ജിൽബാബുൻ അല്ലാ തഖ്റുജ, ഞങ്ങൾക്ക് ജിൽബാബ് ഇല്ലെങ്കിൽ പുറപ്പെടാതിരുന്ന കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈദിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ഈദ് മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് ഞങ്ങൾക്ക് ജിൽബാബ് ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ, മൂടുപടം ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ, അങ്ങനെ ഹിമാർ ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോകാതിരിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഫഖാൽ, അപ്പൊ നബി പറഞ്ഞ, കുഴപ്പമില്ല, പോണ്ട, നിങ്ങൾ പിന്നെ പുറത്തിറങ്ങണ്ട, അവിടെ ഇരുന്നാൽ മതി എന്നല്ല പറഞ്ഞു.
ലിതൽബിസുഹാ സ്വാഹിബതുഹാ മിൻ ജിൽബാബിഹാ ഫല്യഷ്ഹദിൽ ഖൈറ വദഅവത്തുൽ മുഅ്മിനീൻ. അവരുടെ കൂട്ടുകാരി അവരുടെ ജിൽബാബ് ധരിപ്പിക്കട്ടെ, എന്നിട്ട് ഖൈറിൽ നന്മയിൽ അവർ സാക്ഷികളാവട്ടെ, മുഅ്മിനുകളുടെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അവരും പങ്കെടുക്കട്ടെ എന്നാണ് വിശ്വാസം പറഞ്ഞത്. ജിൽബാബ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ജിൽബാബ് വായ്പ കൊടുക്കാൻ, ഒന്നിലധികം ജിൽബാബ് ഉള്ളവരുണ്ടാവാലോ, അപ്പൊ അവർ വായ്പ കൊടുക്കാം എന്ന്. ഖാലത്ത് ഹഫ്സത്ത് എന്നവർ പറയാണ്, ഫലമ്മാ ഖദിമത് ഉമ്മു അതിയ്യ. അങ്ങനെ അപ്പൊ അത് ഒരു സ്ത്രീയുടെ റിപ്പോർട്ടാട്ടോ. ഇനി ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹാ എന്ന മറ്റൊരു സഹാബി വന്നപ്പോൾ അതൈതുഹാ, ഞാൻ അവരുടെ അടുത്ത് ചെന്നു, ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഷയം. ഫസഅൽതുഹാ, എന്നിട്ട് ഞാൻ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചു. സ്ത്രീകൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ സലഫ് സ്വാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ എത്രമാത്രം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അവർ ആദ്യം ഒരു സ്ത്രീയോട് ചോദിച്ചു, അവര് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു അവരുടെ സഹോദരിയുടെ ഭർത്താവ് 12 യുദ്ധത്തിൽ ഇതിന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്, അവരുടെ സഹോദരി ആവട്ടെ 6 യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സഹോദരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ഉറപ്പിക്കാതെ അവരെന്ത് ചെയ്തു, വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹ എന്ന മഹദി സഹാബി വനിത വന്നപ്പോ അവരുടെ അടുത്ത് ചെന്നു. ഫസഅൽതുഹാ, ഞാൻ അവരോട് ചോദിച്ചു. ഹഫ്സ എന്നൊരു പറയാണ്, അസ്സമിഅതി ഫീ കദാ വകദാ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരാള്, അപ്പോ നിങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖാലത്ത് നഅം, അതെ, ബി അബി, എന്റെ ഉപ്പയാണ് സത്യം, അല്ലെ ഉപ്പയാണ് തണ്ടം. അതായത് നബിയെ പരാമർശിക്കുമ്പോഴൊക്കെ അവരങ്ങനെ പറയുമായിരുന്നു. കല്ലമാ ദക്കറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാലത്ത് ബി അബി, നബിയെ പരാമർശിക്കുമ്പോഴൊക്കെ ബി അബി എന്ന് പറയാമായിരുന്നു. അത് അറബികളുടെ ഒരു രീതിയാണ്. ഖാല ലിയഖ്റുജ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് ഉമ്മു അതിയ്യ റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത പറയാണ്, ലിയഖ്റുജിൽ അവാതിഖു ദവാത്തുൽ ഖുദൂരി ഔ ഖാല അൽ അവാതിഖു വദവാത്തുൽ ഖുദൂരി ശക്ക അയ്യൂബ്. അതായത് അവാത്തിക്കും ദവാത്തുൽ ഖുദൂറും, കന്യകരും അന്ധവിധ സ്ത്രീകൾ, അങ്ങനെ പിന്നെ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ത്രീകൾ, ഈ ചെറുപ്പക്കാരികൾ, അവരൊക്കെ പുറപ്പെടട്ടെ എന്നാണ് എൻ്റെ ആശയം. അപ്പോൾ ഈ അവാത്തിക്കും ദവാത്തുൽ ഖുദൂർ എന്നാണ് പറഞ്ഞത് എന്നത്, അവാത്തിക്ക് എന്നാണോ ദവാത്തുൽ ഖുദൂർ എന്നാണോ പറഞ്ഞതെന്നുള്ളത് അയ്യൂബ് എന്ന ഉപനിവേദകന് സംശയം ഉണ്ടെന്നതാണ്. എന്താണെങ്കിലും അവിടെ വ്യക്തമായിട്ട് പിന്നെ ഏത് സ്ത്രീകളും, എല്ലാ സ്ത്രീകളും പോകണം എന്ന അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. വൽ ഹയ്യദ്, ഹൈദുള്ള സ്ത്രീകളും പുറപ്പെടട്ടെ, ഹൈദുള്ള സ്ത്രീകളും പുറപ്പെടട്ടെ. അപ്പൊ ഹൈദുള്ള സ്ത്രീകൾ എന്തിനാ പുറപ്പെടുന്നത്? അതാണ് പറയുന്നത്. അങ്ങനെ നിസ്കാര മുസല്ലയിൽ നിന്ന് ഹൈദുള്ള സ്ത്രീകൾ മാറി നിൽക്കട്ടെ, അതായത് നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാര മുസല്ലയിൽ നിന്ന് മാറി നിൽക്കട്ടെ. വൽയഷ്ഹദിനൽ ഖൈറ വദഅവത്തുൽ മുഅ്മിനീൻ, അവരും മുഅ്മിനീങ്ങളുടെ ദഅവത്തിലും ദുആക്കും അതേപോലെ അവരുടെ ആ നന്മക്കും അതിന് സാക്ഷികളാവട്ടെ, അവരും അതിൽ പങ്കെടുത്തോട്ടെ. അതായത് ഹൈദുള്ള സ്ത്രീകൾ വരെ പുറപ്പെടട്ടെ എന്നാണ് നബി പറഞ്ഞത്. ഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറയാണ്, അവർ പറയാണ്, ഫഖുൽതു ലഹാ അൽ ഹയ്യദു. അപ്പൊ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഹഫ്സ എന്നവര് ഉമ്മു അതിയ്യ ബീവിയോട് ചോദിച്ചു, ആർത്തവ ഹൈദുള്ള സ്ത്രീകളും പോവുകയെ എന്ന് ഞാൻ ചോദിച്ചു. ഖാലത്ത്, അപ്പൊ ഉമ്മു അതിയ്യ സഹാബി വനിത പറഞ്ഞു, അതെ, അലൈസൽ ഹൈദു തഷ്ഹദു അറഫാത്തിൻ വതഷ്ഹദു കദാ വതഷ്ഹദു കദാ, സ്ത്രീകൾ ഇവിടെ അറഫയ്ക്കൊക്കെ പോകുന്നില്ലേ, അതേപോലെ എൻ്റെ അടുത്തൊക്കെ സ്ത്രീകൾ പോകുന്നില്ലേ, അപ്പൊ പിന്നെന്താ, അതിന് കുഴപ്പമെന്നുള്ള അർത്ഥത്തിലാണ് ചോദ്യം, തിരിച്ചു ചോദ്യം. അപ്പോൾ ഇതാണ് ഈ വിഷയം സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയുണ്ട് ഹദീസുകൾ, ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ തുടരും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.